ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്സി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ബ്രെഡ് ഊത്തപ്പമാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യമായി ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രെഡ് ഒന്ന് മുക്കി വെച്ച് ഒന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതാ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ചെറിയ പീസസ് ആക്കിയിട്ടാലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ അത് മൊത്തത്തോടെ വെള്ളത്തിലോട്ട് മുക്കി വെക്കുവാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബാക്കി ബ്രെഡ് സ്ലൈസും ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മുക്കി വെക്കുക. ഇങ്ങനെ മുക്കി വെച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വേണം കിട്ടാനായിട്ട്. അത് കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക. അത്രയും തന്നെ മതിയാകും. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു കുറച്ച് ഉപ്പാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാകത്തിന് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. അടുത്തതായി നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഊത്തപ്പത്തിന് വേണ്ട എല്ലാ വെജിറ്റബിൾസുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനാദ്യം തന്നെ ഞാനൊരു ചെറിയ പീസ് സവോള ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ നമുക്കൊരു ഹാഫ് പീസ് എടുത്താൽ മതിയാകും. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അത് ചെറിയ തക്കാളി ആണെങ്കിൽ അങ്ങനെ, വലുതാണെങ്കിൽ ഹാഫ് പീസ് മതിയാകും. അതും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ട് അത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം ചെറുതായിട്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഗ്രേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിലോട്ട് ചേർത്ത് കൊടുത്തു. അത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇഞ്ചിയുടെ ചെറിയൊരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കണം. ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പച്ചമുളക് നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ. മുളകിൻ്റെ എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മതിയാവും. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ എരിവുണ്ടാവും. പിന്നെ നമ്മൾ ഈ കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കാം. നമ്മുടെ ബാറ്ററിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ വെജിറ്റബിൾസിൽ സെപ്പറേറ്റ് ഉപ്പ് ചേർക്കുന്നില്ല. അത് കറക്റ്റായിട്ട് നമുക്ക് ഉപ്പ് ഉണ്ടാവും. അതിനനുസരിച്ച് ബാറ്ററിൻ്റെ ഒരു ഇച്ചിരി ഉപ്പ് മേലെ നിന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണത്. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക്
ബ്രെഡ് ഊത്തപ്പം റെഡിയാവുകയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വെറൈറ്റി ആയിട്ടാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിതൊന്ന് മറിച്ചിടാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നൊന്ന് വെടിയിച്ച് പയ്യെ എടുത്തേ നോക്കാവുള്ളൂ. പയ്യെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മറിച്ചിടുക, ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകും. അപ്പോൾ അത് സൂക്ഷിച്ച് നിങ്ങളൊന്ന് മറിച്ചിടണം. സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ ആയെന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുക. ഓക്കെ, ഇതാ ഞാനത് നമ്മുടെ ഊത്തപ്പം മറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാ സൈഡും ഓക്കെയാണ്. വെജിറ്റബിൾസ് ഒന്നും പുറത്ത് പോയിട്ടില്ല. എല്ലാം കറക്റ്റ് അതിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് ഊത്തപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്ന്. നല്ല കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കിനോ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.